ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതാണ് മറ്റൊരു സന്തോഷം. വിനോദ് പേഴ്സണലി അക്കാര്യം പറയുമ്പോൾ ഞങ്ങൾ സന്തോഷം പങ്കുവെക്കണമല്ലോ. പ്രേക്ഷകർ മനസ്സിലാക്കുക, ഈ വാർത്തയിൽ വിനോദാണ് കൃത്യമായി പറഞ്ഞത്. ആദ്യം തന്നെ ഈ കുട്ടി പോയിരിക്കുന്നത് ചെന്നൈയിലോ കന്യാകുമാരിയിലല്ല, അത് അസമിലേക്കാണ് പോയതെന്ന് വിനോദ് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. വിനോദിന്റെ ഇന്നലത്തെ ലൈവിലെ ദൃശ്യം ഒന്ന് കണ്ട ശേഷം നമുക്ക് വിനോദിലേക്ക് മടങ്ങിയെത്താം. കന്യാകുമാരിയിൽ നിന്ന് വന്ന ഈ പരിശോധിക്കപ്പെടുന്ന രണ്ടാമത്തെ ട്രെയിനാണ് ഇത്. ബാംഗ്ലൂരിലേക്കുള്ള ട്രെയിനാണ്. ഒരുപക്ഷെ കുട്ടി വീട്ടിലേക്ക് തിരികെ മടങ്ങാൻ ആഗ്രഹിക്കുകയും ആ നിലയ്ക്ക് കന്യാകുമാരിയിൽ നിന്നോ നാഗർകോവിലിൽ നിന്നോ രണ്ടാമത് ഒരു ട്രെയിനിൽ തിരിച്ച് യാത്ര ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടാകാം എന്ന നിഗമനത്തിന്റെ അങ്ങനെ ഒരു കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയാണ്. എന്തോ ഒരു മാധ്യമ പ്രവർത്തകന്റെ ഒരു ജാഗ്രത, അല്ലെങ്കിൽ ആ ഒരു ഇതുപോലുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ മാധ്യമ പ്രവർത്തകരും പല അസംഷനിലേക്കും എത്താറുണ്ട്. പലപ്പോഴും അത് ശരിയാകാറുണ്ട്. അത് നമ്മൾ കൃത്യമായി ആ ഒരു വാർത്തയെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് കൂടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള സൂചനകൾ നൽകുമ്പോൾ അത് അന്വേഷണ സംഘത്തിനും ഒരു പരിധിവരെ സഹായകമാകുമെന്നാണ് കരുതുന്നത്. അത്തരത്തിൽ നോക്കുമ്പോൾ വിനോദ് പറഞ്ഞ ആ ഒരു കാര്യം അതിപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതും ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. വിനോദ്, ആര്യ, എൽദോ, അതിൽ നമ്മൾ ഒരു നിഗമനത്തിലേക്ക് പോകുന്നത്, കാരണം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ ഒരു പരിശോധന നടത്തുമ്പോൾ നമ്മൾ ഈ റെയിൽവേ ട്രാക്കുകൾ അത് പോകുന്ന സാഹചര്യം കൂടി പരിശോധിക്കണം. അതായത് നാഗർകോവിലിൽ നിന്ന് രണ്ടായി റെയിൽവേ ട്രാക്ക് തിരിയുന്നുണ്ട്. ഒന്ന് തിരുവനന്തപുരത്തേക്കും ഒന്ന് മധുര ഭാഗത്തേക്കുമാണ്. മധുരയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകാൻ കഴിയും. ആ നിലയ്ക്ക് ആന്ധ്രയിലേക്ക് കയറി ആ നിലയ്ക്ക് കുട്ടിക്ക് അസമിലേക്ക് പോകാനുള്ള ഒരു ശ്രമം കുട്ടി നടത്താനുള്ള സാധ്യത. ഏതായിരുന്നാലും ഇന്നലെ പലരും റിപ്പോർട്ട് ചെയ്തത് അത് നമ്മൾ കാണുകയുണ്ടായി. അത് കന്യാകുമാരിയിൽ കുട്ടി എത്തി, ആ ഭാഗത്തുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ ഉന്നയിച്ച ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മുടെ ഒരു കണക്കുകൂട്ടൽ, ഒരുപക്ഷെ കുട്ടി കന്യാകുമാരിയിൽ നിന്ന് യാത്ര വീണ്ടും ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെ യാത്ര ചെയ്തെങ്കിൽ അത് തിരുവനന്തപുരത്തേക്ക് മാത്രമല്ല, പലരും ഈ റൂട്ട് മാത്രമാണ് പറയുന്നത്. അതായത് തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിൽ, കന്യാകുമാരി, തിരിച്ച് കുട്ടി ഒരുപക്ഷെ ട്രെയിനിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നാഗർകോവിൽ, തിരുവനന്തപുരം, ഇതിനിടയിൽ ഇരണിയലോ അതുപോലുള്ള സ്റ്റേഷനുകൾ നെയ്യാറ്റിൻകര കഴിഞ്ഞിട്ടാണ് വരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് പോകുമ്പോൾ ഇരണിയൽ വരുന്നു, കുഴിത്തുറ വരുന്നു, ആ തരത്തിൽ നാഗർകോവിൽ വരുന്നു. ഇങ്ങനെ ഈ റൂട്ട് മാത്രമാണ് പലരും ഇന്നലത്തെ റിപ്പോർട്ടിൽ ഉദ്ധരിച്ചത്. പക്ഷെ നമ്മൾ കൃത്യമായി പറഞ്ഞു, അങ്ങനെ അല്ല. കുട്ടി കന്യാകുമാരിയിൽ ഇല്ല എങ്കിൽ നമ്മൾ തിരുവനന്തപുരം നാഗർകോവിൽ റൂട്ട് മാത്രമല്ല പരിശോധിക്കേണ്ടത്, മറിച്ച് മധുരയിലേക്ക് അവിടെ നിന്ന് റെയിൽവേ ട്രാക്കുണ്ട്. ആ ട്രെയിൻ മധുരയിലേക്ക് പോകുമ്പോൾ കുട്ടി മധുരയിലെത്താനും അവിടെ നിന്ന് ചെന്നൈയിലേക്കോ അല്ലെങ്കിൽ മധുരയിൽ നിന്ന് മറ്റേതെങ്കിലും ട്രെയിനിൽ കയറിയാൽ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇക്കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ രാവിലെ മുതൽ തന്നെ നമ്മുടെ ലൈവുകളിൽ പറഞ്ഞതാണ്. പക്ഷേ ആ നിലയ്ക്ക് തന്നെ കുട്ടിയെ കണ്ടെത്തുന്ന ഒരു നില കൂടി ഉണ്ടായിരിക്കുന്നു. അത് നമുക്ക് കൂടുതൽ സന്തോഷം നൽകുന്നുണ്ട്. എന്തോ പറഞ്ഞതുപോലെ, ആര്യ പറയുന്നത് പോലെ, നമ്മൾ ചില റിപ്പോർട്ടുകൾ നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ചെയ്യുമ്പോൾ നമ്മുടെ ചില നിഗമനങ്ങൾ അങ്ങനെ വരാറുണ്ട്. ഒരുപക്ഷെ നമ്മൾ മറ്റെവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് എന്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് ഈ ദേവനന്ദ കേസൊക്കെയാണ്. കൊല്ലത്ത് ജോലി ചെയ്യുമ്പോൾ ദേവനന്ദയെ കാണാതാകുന്നു. ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന പല കാര്യങ്ങൾ എങ്ങനെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നാണ്. അപ്പോഴും കുട്ടിയെ കിട്ടിയില്ല. ഇപ്പോഴും ആ മരണം സംബന്ധിച്ച് ചില സംശയങ്ങളൊക്കെ അവശേഷിക്കുന്നുണ്ട്. കുട്ടിയെ കിട്ടാതെ തന്നെ കുട്ടിയെ ജീവനോടെ കിട്ടിയെന്ന് വളരെ വ്യാപകമായി പ്രചരിക്കുകയും പ്രധാനപ്പെട്ട സിനിമാ താരങ്ങളടക്കം അത് ഷെയർ ചെയ്യുകയും ചെയ്തു. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഈ മാപ്രാവിളി ആക്ഷേപിച്ച് അല്ലെങ്കിൽ നമ്മളെ കളിയാക്കിയൊക്കെ പലരും ഇങ്ങനെ പറയുമ്പോഴും, നിങ്ങൾ കീബോർഡിൽ ഇരുന്ന് ഏതെങ്കിലും ഒരു റൂമിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭൂഖണ്ഡത്തിൽ, യൂറോപ്പിലോ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്ന് അങ്ങനെ കണക്ക് കൂട്ടിയോ ഊഹിച്ചോ പറയുന്നത് പോലെ അല്ല ഗ്രൗണ്ട് ലെവലിൽ നടക്കുന്ന കാര്യങ്ങൾ. അത് ഒരുപക്ഷെ നമ്മുടെ പരിചയമാകാം, അല്ലെങ്കിൽ നമ്മുടെ ചില കണക്കുകൂട്ടലാകാം. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഞാൻ ആരെയും കുറ്റം പറയുന്നതോ അല്ലെങ്കിൽ അങ്ങനെ ഇടപെടുന്നത് തെറ്റെന്നോ അല്ല. പക്ഷേ മുൻവിധിയോടുകൂടി പല വിഷയങ്ങളെയും സമീപിക്കാതിരിക്കുക എന്ന കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ നമുക്ക് മേലും സമ്മർദ്ദമുണ്ടാകുന്നത്. കാരണം നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഇങ്ങനെയാണോ മാപ്രായി ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വ്യക്തിപരമായി നമുക്ക് ചിലപ്പോൾ അതിന്റെ ഒരു തമാശയുടെ എലമെന്റ് ഉണ്ട്. പക്ഷെ നമ്മൾ കടന്നു പോകുന്ന ആ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ അത്തരം സമ്മർദ്ദങ്ങളൊക്കെയും വരും. എങ്കിലും ചില നിഗമനങ്ങൾ അതെല്ലാം തന്നെ ഇത്തരത്തിൽ പറഞ്ഞു വയ്ക്കുമ്പോൾ നമുക്ക് കൂടുതൽ ആത്മവിശ്വാസം കിട്ടുന്നു, സന്തോഷം കിട്ടുന്നു എന്ന് തന്നെയാണ്. പല കേസുകളുണ്ട്, അതെല്ലാം ഇപ്പോൾ
പറയാൻ നമുക്ക് പരിമിതമായ സാധ്യതയുണ്ട്. കോവളത്ത് ലിഗയെ കൊലപ്പെടുത്തിയ സംഭവമുണ്ട്. ഒരുപക്ഷെ ആ പ്രതികളുടെ മായി ബന്ധപ്പെട്ട ചില ബൈറ്റുകളാണ് ആ കേസിൽ നിർണായകമായത്. വിനോദ് സൂചിപ്പിച്ചതുപോലെ ഇതൊക്കെയാണ് നമ്മൾ ചിലപ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് തോന്നും മാപ്രായ എന്ന് വിളിക്കുന്നവർ വിളിക്കട്ടെ അല്ലേ? ഈ മാപ്രായ എന്നുള്ളത് മോശമായി തോന്നിയിട്ടുണ്ട്? ഒരിക്കലുമില്ല. നമ്മൾ നമ്മുടെ ജോലി കൃത്യമായി ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഏത് പ്രവൃത്തിയാണെങ്കിലും എല്ലാവരുടെയും പ്രവൃത്തികൾ ഇഷ്ടപ്പെടണം എന്നില്ല. എപ്പോഴും വിമർശനങ്ങൾ നേരിടേണ്ടി വരും. പക്ഷെ അതുകൊണ്ട് നമ്മൾ ആ പ്രവൃത്തി നിർത്തിവെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ കളിയാക്കുന്നതിന് പിറകെ വരും.